ഈ ആടുമായുള്ള ഒരു രതിവേർച്ചയെ പറ്റി ആ നോവലിൽ പറയുന്നത് സാറിനോട് അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. എഴുതിക്കൊണ്ടിരിക്കും ഹക്കീമിനെ ഞാൻ കൊന്നു അനിലെ എന്ന് തന്നെയാണ്. പോലീസ് കേസെടുത്തിട്ട് ഇഷ്ടം പോലെ പശുവിനെ പീഡിപ്പിച്ച അയാളുടെ പേര് ഷുക്കൂർ എന്നാണ്. ഷുക്കൂർ എന്നാണ്. നജീബ് എന്നുള്ള നോവലിലെ പേര് നോവലിലെ അതിന് ഷുക്കൂറിന് മറുപടി പറയാനുള്ള യാതൊരു ബാധ്യതയില്ല. റൈറ്റർക്ക് എനിക്ക് സൗകര്യമുള്ളതുകൊണ്ട് അങ്ങനെ എഴുതി എന്ന് പറഞ്ഞാൽ മതി. സമ്മതിക്കുമ്പോൾ അതിൻ്റെ കൂടെ നോവൽ ഉണ്ടായിട്ട് എഴുതിയിരിക്കുന്ന ലോകങ്ങളെ മുഴുവൻ ഇതിലേക്ക് ക്ലെയിം ചെയ്തു. അതാണിപ്പോൾ ആടിനെ പ്രാപിച്ചില്ലേ നീ എന്ന് ചോദിക്കുന്നത്. നജീബ് പറഞ്ഞ അല്ലെങ്കിൽ ഷുക്കൂർ പറഞ്ഞ കഥയല്ല, അത് ബെന്യാമിൻ ഉണ്ടാക്കിയ ഒരു ആത്മീയതയാണ്. നജീബിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. നാളൊരു കാലത്ത് അത് തിരിച്ചെന്നെ കുത്താൻ തുടങ്ങും. ഷുക്കൂറിനോട് കാണിച്ച ഏറ്റവും വലിയ അനീതിയായി ചൂണ്ടിക്കാട്ടുന്നു. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്പെഷ്യൽ സ്റ്റോറിയുമായാണ് കേരള ടുഡേ നിങ്ങളിലേക്ക് എത്തുന്നത്. ആടുജീവിതം സിനിമയും നോവലും ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. സിനിമ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ കഴിയുന്ന അത്രയും മികച്ചൊരു കലാസൃഷ്ടിയായി തിയേറ്ററുകളിൽ തകർത്ത് ഓടിക്കൊണ്ടേയിരിക്കുന്നു. സിനിമ ഇത്രയും വലിയ ഹിറ്റായി മാറുമ്പോൾ തന്നെയാണ് നോവലും വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട നോവൽ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾ ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിലെ ഏറ്റവും മുഖ്യമായ ഘടകം എന്തെന്നാൽ ഷുക്കൂർ എന്ന വ്യക്തി അനുഭവിച്ച ജീവിത ത്യാഗങ്ങളാണ് ആടുജീവിതം എന്ന നോവലിൻ്റെ അടിസ്ഥാനം. ആടുജീവിതം എന്ന നോവൽ വായനക്കാർക്ക് ഒരുപാട് പുത്തൻ അനുഭവങ്ങൾ നൽകിയ ഒന്നാണ്. ഷുക്കൂർ പറഞ്ഞുകൊടുത്ത അദ്ദേഹത്തിൻ്റെ ജീവിത യാതനകളും അതിൽ നിന്ന് 30% മാത്രം ഉൾക്കൊണ്ടുകണ്ട് ബാക്കി മുഴുവൻ ഫിക്ഷനും ചേർത്താണ് ബെന്യാമിൻ എന്ന കഥാകൃത്ത് ആടുജീവിതം എഴുതിയതെന്ന് പറയുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും ചർച്ചയാകുന്നത് യഥാർത്ഥത്തിൽ ഷുക്കൂറിനെ നോവലിസ്റ്റ് വഞ്ചിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തോടൊപ്പം നോവലിസ്റ്റിൻ്റെ മനസ്സിൽ വന്ന ആശയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഫിക്ഷനായി നോവൽ എഴുതിയപ്പോൾ എവിടെയൊക്കെയോ ആ യഥാർത്ഥ കഥയുടെ സത്യസന്ധത നഷ്ടമായോ? ഇത്തരം ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ ഇടങ്ങളിലുൾപ്പെടെ ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ഇടയാകുന്ന ഈ ഘട്ടത്തിൽ നോവലിനെ കുറിച്ചുള്ള കുറച്ച് സത്യങ്ങളിലേക്ക് മിഴി തുറക്കുകയാണ് ഈ സ്പെഷ്യൽ സ്റ്റോറിയിലൂടെ. ആടുജീവിതം എന്ന കഥയുടെ സാരാംശം ബെന്യാമിന് കിട്ടിയ കാലം മുതൽ അദ്ദേഹം ഒരു വെള്ള പേപ്പറിലേക്ക് ആടുജീവിതത്തിൻ്റെ കഥ ആദ്യമായി എഴുതിയ നിമിഷം മുതൽ ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിച്ച ഒരാൾ, ഇന്നും അദ്ദേഹത്തോടൊപ്പമുള്ള സൗഹൃദം കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഈ തിരുവനന്തപുരത്തുണ്ട്, വട്ടപ്പാറ വേങ്കോട് എന്ന പ്രദേശത്തുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ആടുജീവിതം എന്ന നോവൽ എവിടെ നിന്ന് തുടങ്ങി, എന്തൊക്കെ സത്യങ്ങളാണ് അതിലുള്ളത് എന്നുള്ള പരമമായ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ് ഈ സ്റ്റോറിയിലൂടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് പുസ്തകങ്ങൾക്ക് നടുവിലിരുന്നു കൊണ്ട് തന്നെ ആടുജീവിതം എന്ന നോവലിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് ഒരു സഞ്ചാരം നടത്താം. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ആടുജീവിതം എന്ന നോവലുമായും ബെന്യാമിൻ എന്ന എഴുത്തുകാരനുമായും ഏറെ ബന്ധപ്പെട്ട ഒരാൾ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ സാർ, ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ആദ്യമേ കൊടുത്തു. അപ്പോൾ ഞാൻ പേര് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അപ്പോൾ സാറ് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പേര്, സ്ഥലം, കാര്യങ്ങൾ. എൻ്റെ പേര് അനിൽ വേങ്കോട്. തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറയ്ക്കടുത്ത് വേങ്കോടാണ് സ്ഥലം. ഞാൻ തിരുവനന്തപുരം ഫാമിലി കോടതിയിലെ ഉദ്യോഗസ്ഥനാണ്. ദീർഘകാലം ഒരു 15 വർഷക്കാലം ബഹ്റിനിൽ ജോലി ചെയ്തിരുന്നു. ആടുജീവിതം എന്ന നോവൽ സിനിമ ഇന്നേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. നമ്മുടെ നോവലിസ്റ്റായ ബെന്യാമിൻ സാറുമായി വളരെയധികം ബന്ധം പുലർത്തുന്ന, ഇന്നും തുടരുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ബെന്യാമിൻ ആടുജീവിതം എന്നിവയുമായി സാറിൻ്റെ ബന്ധം? ആടുജീവിതവുമായി എൻ്റെ ബന്ധം ബെന്യാമിനോടുള്ള സൗഹൃദമാണ്. ബഹ്റിൻ ജീവിതം എൻ്റെ 2004 ആരംഭിക്കുന്ന ബഹ്റിൻ ജീവിതത്തിലൊരു ആദ്യത്തെ ഒരു 3 വർഷം കഴിയുമ്പോൾ ബെന്യാമിൻ പരിചയപ്പെടുകയാണ്. അവിടെ മുതൽ ഇതുവരെയുള്ള ഒരു നീണ്ടകാല സൗഹൃദമുണ്ട്. അപ്പോൾ ഞാൻ ബഹ്റിനിൽ വെച്ച് ബെന്യാമിനെ പരിചയപ്പെടുമ്പോൾ ബെന്യാമിൻ കഥകളൊക്കെ എഴുതി അഭീഷകൻ പോലുള്ള നോവലിൽ വന്നു കഴിഞ്ഞിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഈ ആടുജീവിതം പോലുള്ള പുസ്തകങ്ങൾ വരുന്നത്. ആ പുസ്തകത്തിൻ്റെ വർക്ക് തുടങ്ങുന്ന കാലം മുതൽ അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതിൻ്റെ രചനാവേളയിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്ന ആ രചനയുടെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ എനിക്ക് അക്കാലത്ത് ബന്ധമുണ്ട്.
അതാണ് അദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു. അപ്പോൾ ശരിക്കും അദ്ദേഹവുമായിട്ടുള്ളൊരു സൗഹൃദം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളം കാലം എടുക്കുന്നു അല്ലേ? ഏകദേശം 20 വർഷമാവുന്നു ഞങ്ങൾ തമ്മിൽ സൗഹൃദത്തിലാവുന്ന ആയിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബെന്യാമിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഒരു റൈറ്റർ എന്ന നിലയിലുള്ള ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് ഞാൻ വളരെ കൗതുകത്തോടു കൂടി നോക്കി കണ്ടിട്ടുണ്ട്. സുഹൃത്ത് എന്നതിനപ്പുറത്ത് എനിക്ക് ആദരവുള്ളൊരു റൈറ്റർ എന്ന നിലയിലുള്ള ഒരു നോട്ടമുണ്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ, അദ്ദേഹം വ്യാപരിക്കുന്ന രചനയിൽ വ്യാപരിക്കുന്ന ലോകത്ത്, അതിലൊക്കെ ഏറെ അദ്ദേഹം ഒരു വായനക്കാരനെന്ന നിലയിൽ അദ്ദേഹം മേഞ്ഞു പോകുന്ന ഇടങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അതിലെനിക്ക് വലിയ മതിപ്പുണ്ട് അദ്ദേഹത്തോട്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പറയുകയുണ്ടായി, ആടുജീവിതം എന്ന നോവൽ ബെന്യാമിൻ സാർ ഒരു വെള്ള പേപ്പറിലേക്ക് പകർത്തിയ നിമിഷം മുതൽ അതിൻ്റെ ഡ്രാഫ്റ്റ് വായിച്ച ആളുകളിൽ ഒരാൾ കൂടിയാണ് താങ്കൾ. എത്രമാത്രം അത് ശരിയാണ്? അത് ശരിയാണ്. ഞാൻ അത് പുസ്തകമാവുന്നതിന് മുമ്പ് തന്നെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബെന്യാമിൻ സാർ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. ഷുക്കൂർ എന്ന്, അല്ലെങ്കിൽ ഈ കഥ പറഞ്ഞു കൊടുത്ത ജീവിതം അനുഭവിച്ച ഷുക്കൂർ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അദ്ദേഹത്തിനൊരു പ്രത്യേക ഇടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ പ്രേക്ഷകർ രണ്ട് രീതിയിൽ ഇതിനെ കാണുന്നു. ഷുക്കൂർ എന്ന വ്യക്തിയുടെ ജീവിതത്തെ ബെന്യാമിൻ ഫിക്ഷനും കൂടി ചേർത്ത് അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് നോവലിനെ മാറ്റി. അത് ഷുക്കൂറിനോട് കാണിച്ചൊരു നീതികേടാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. ഒരു വിഭാഗം അത് കഥാകൃത്തിൻ്റെ അവകാശമാണ്, അല്ലെങ്കിൽ കഥാകൃത്തിൻ്റെ റൈറ്റാണ് എന്ന വാദമായി നിൽക്കുന്നു. ചോദ്യം എന്ന് പറയുന്നത്, ഷുക്കൂർ ഈ കഥയിലേക്ക് വരാനുണ്ടായ സാഹചര്യം, അദ്ദേഹം എങ്ങനെയാണ് ബെന്യാമിനിലേക്ക് എത്തിയത്? അതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് ആ ചോദ്യത്തിന്. ഒന്ന്, മറ്റൊരു ആളിൻ്റെ ജീവിതത്തെ നോവലാക്കുന്നതിനകത്തുള്ള അതിൻ്റെ നീതി എന്താണ് എന്നൊരു ചോദ്യത്തിൻ്റെ ധ്വനിയുണ്ട് അതിനകത്ത്. ഒരു റൈറ്ററും, ഏറ്റവും വൈൽഡായ ഒരു കാവ്യശകലം എഴുതുന്ന ഒരു റൈറ്റർ പോലും അതിൻ്റെ പുറകിലൊരു യാഥാർത്ഥ്യത്തിൻ്റെ ലോകമുണ്ട്, ഉണ്ട്. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളുണ്ട്, അയാൾ മാതൃകയാക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്, ഭൂപ്രദേശങ്ങളുണ്ട്, ജീവിതാവസ്ഥകളുണ്ട്. ചിലർ അതിൽ നിന്ന് പേരും മറ്റ് സ്ഥലപ്പേരും അങ്ങനെയുള്ള അടയാളങ്ങളെ വളരെ മായ്ച്ചു കളഞ്ഞ് വളരെ ദൂരേക്ക് ആക്കി പിടിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനേക്കൊരു കാഴ്ച കിട്ടത്തില്ല. ചിലർ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന തരത്തിൽ എഴുതുന്നു. മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് നോവലുകൾ, തകഴിയുടെ കയറടക്കമുള്ള നോവലുകൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ വലിയ പ്രതലമുണ്ട്. അതിൽ നിന്നാണ് എഴുതുന്നത്. ആ അർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ലോകം മാത്രമായിട്ട് വേണം നമ്മൾ ഷുക്കൂറിനെ കാണാൻ. രണ്ട്, എങ്ങനെ ഷുക്കൂറിലേക്ക് എത്തി എന്നുള്ളത്. ഷുക്കൂറിലേക്ക് എത്തുന്നതിന് ബെന്യാമിൻ അവിടെ ജോലി ചെയ്തിരുന്നത് അമേരിക്കൻ നേവിയുടെ ബേസിലാണ്. ബഹ്റിനിലെ അമേരിക്കൻ നേവിയുടെ ബേസിൽ ഇലക്ട്രിക്കൽ ഡിവിഷനിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അവിടെ തന്നെ എൻ്റെയും ബെന്യാമിൻ്റെയൊക്കെ സുഹൃത്തായ സുനിൽ മാവേലിക്കര എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം അതിൻ്റെ എൻവയോൺമെൻറ്റ് ഡിവിഷനിൽ ജോലി ചെയ്തിരുന്നയാളാണ്. അപ്പോൾ സുനിലിന് അവിടെ വെച്ച് ഹുസൈൻ എന്ന് പറഞ്ഞ, സുനിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത് സ്റ്റുഡിയോ നടത്തിയിരുന്ന ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സ്റ്റുഡിയോ നടത്തിയിരുന്ന ആളുണ്ട്. അയാളുടെ അളിയനായിട്ട് വരും ഈ നജീബ്. സാർ, ഇത് നജീബാണോ അതേ ഷുക്കൂർ ആണോ ഈ വ്യക്തി യഥാർത്ഥത്തിൽ? അതൊരു കൺഫ്യൂഷൻ കിടപ്പുണ്ട്. അയാളുടെ പേര് ഷുക്കൂർ എന്നാണ്. ഷുക്കൂർ എന്നാണ്. നജീബ് എന്നുള്ള നോവലിലെ പേര് മാത്രം. അപ്പോൾ ഈ കഥകൾ പറഞ്ഞത് ഷുക്കൂറിന്റെ ജീവിതമാണ് പറയുന്നത്. അപ്പോൾ ഷുക്കൂറിനെ അങ്ങനെയാണ് പരിചയം. അവിടെ അമേരിക്കൻ നേവിയിൽ തന്നെ അതിൻ്റെ ഈ വേസ്റ്റ് സോർട്ട് ചെയ്യുന്ന ഡിവിഷനിലൊക്കെ നജീബ് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങനെയാണ് സുനിലാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ബെന്യാമിനെ പരിചയപ്പെടുത്തുന്നത്. ബെന്നി അവിടെ നിന്ന് ഈ ഷുക്കൂറിൻ്റെ കഥകൾ കേൾക്കുന്നു. പക്ഷേ നോവലിലേക്ക് ഷുക്കൂറിൽ നിന്ന് വളരെ വലിയ അന്തരമുണ്ട്. ഇപ്പോൾ ഒരാൾ കഥ പറയുമ്പോൾ അയാൾ വളരെ ആത്മനിഷ്ഠമായ ഒരു വൺ ലൈനാണ് പറയുന്നത്. അതിന് ഒരു പ്രതലമേ ഉള്ളൂ, അയാൾ അനുഭവിച്ച ഒരു പ്രതലമേ ഉള്ളൂ. മാത്രമല്ല, ഷുക്കൂറിനെ എനിക്ക് നേരിട്ട് അറിയുന്നതാണ്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ചിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു സിംഗിൾ ഫേസിൽ പറയാനല്ലാതെ അതിനപ്പുറത്ത് ജീവിതത്തെ മറ്റൊരു അർത്ഥത്തിൽ നോക്കിക്കാണുന്ന ഒരാളല്ല അദ്ദേഹം. അപ്പോൾ അത് ബെന്യാമിൻ കേൾക്കുന്നു, ബെന്യാമിൻ അത് പലതും നോട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിന് മറ്റെല്ലാ ഡയമെൻഷനും കൊണ്ടുവന്ന് അതിനെ മറ്റൊരു തരത്തിലൊരു നോവലാക്കി വികസിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു ഉള്ളുള്ള അകക്കാമ്പുള്ള ഒരു വ്യക്തിയായി നജീബിനെ കാർവ് ചെയ്യുന്നതിൽ അതിൽ ഷുക്കൂറില്ല. ഷുക്കൂർ അനുഭവിച്ച കുറേ എലിമെൻസും കുറേ സ്ഥലങ്ങളുമാണുള്ളത്. അതിൽ നിന്ന് ആത്മീയതയുള്ള, വളരെ ആഴത്തിൽ അകക്കാമ്പുള്ള ഒരു വ്യക്തിയായി നജീബിനെ കാർവ് ചെയ്യുന്നത് ബെന്യാമിനാണ്. അതാണ് എൻ്റെ ഒരു രചനയുടെ
ഒരു സംഗതി. ഈ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് നോവൽ വായിച്ചതിനപ്പുറം സിനിമ കാണുന്ന ആളുകൾ ഇന്ന് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മലയാള വായനയുടെ തന്നെ ചില പ്രതിസന്ധികളെയാണ് നമ്മൾ ഇക്കാര്യത്തിൽ കാണേണ്ടത്. മലയാള വായന ദീർഘകാലം തങ്ങി നിന്നത് എഴുത്തുകാരൻ്റെ ആത്മനിഷ്ഠമായൊരു ലോകത്തെ തേടിപ്പോകാനുള്ള ഒരു അന്വേഷകൻ്റെ സ്വഭാവത്തിലാണ് മലയാള വായനക്കാർ പലപ്പോഴും എത്തിപ്പോകുന്നത്. അതുകൊണ്ടാണ് മാധവിക്കുട്ടിക്കൊക്കെ അത്രയും ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കഥാകാരൻ ഉണ്ടാക്കുന്ന ഭാവനയുടെ ഒരു ലോകത്തെ, അയാൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള യാതൊരു ധാരണകളുമില്ലാതെ ഇത് ഇയാളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണോ എന്ന് അന്വേഷിക്കുകയാണ്. ആ അർത്ഥത്തിൽ നജീബിലും അന്വേഷിക്കുന്നുണ്ട്, ഈ ആരാണിത് അനുഭവിച്ചത് എന്ന് അന്വേഷിക്കുന്നുണ്ട്. അവിടെ ബെന്യാമിൻ ചെയ്തൊരു കാര്യം, ഇതിന് സോഴ്സായിട്ട് ഇതിന് കഥകൾ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ആ അനുഭവക്കാരനെ അതിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം കൈവിടുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് മറച്ചു പിടിക്കാം, ഇതിൻ്റെ ഒരു ലോകത്തെ ചേർത്ത് പിടിക്കണില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള അന്ന് ബെന്യാമിൻ ഇത്ര വലിയ നോവലിസ്റ്റ് ഒന്നുമല്ല. ഈ നോവൽ ഇത്രയും ആളുകൾ വായിക്കുമെന്നോ ഇതുപോലത്തെ ഒരു കച്ചവടം പിന്നെ ഉണ്ടായിത്തീരുമെന്നോ ഇതുപോലൊരു സിനിമ അതിനെ ബേസ് ചെയ്ത് വരുമെന്നൊന്നും ഒരിക്കലും ബെന്യാമിൻ ആലോചിച്ചിട്ടില്ല. പുസ്തകം കുഴൂർ വിൽസനെ കൊണ്ടൊരു ചെറിയ പ്രകാശന ചടങ്ങിൽ മനാമയിൽ വെച്ച്, ബഹ്റിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള മനാമയിൽ വെച്ച് ചെയ്യുമ്പോൾ നജീബിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ആ പ്രകാശന ചടങ്ങിൽ പുസ്തകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു സ്നേഹബന്ധത്തിൻ്റെ, ഇപ്പോൾ നിങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങൾ നാന്ദിയായിക്കൊണ്ടൊരു പരിപാടി തുടങ്ങിയാൽ അതിൻ്റെ പല ഘട്ടങ്ങളിൽ വെച്ച് നിങ്ങളെ അനുസ്മരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഷുക്കൂർ നജീബാവുന്നു. അതെ. എന്നിട്ട് ആളുകൾ ചോദിക്കുന്നു ഇത് നിങ്ങൾ തന്നെയല്ലേ എന്ന്. അയാളത് സമ്മതിക്കുന്നു. അതാണ് പ്രശ്നം. അയാളത് സമ്മതിക്കുന്നു. അയാളത് എവിടെയാച്ചാണ് സമ്മതിക്കുന്നത്? ഇതിൽ നടക്കുന്ന സംഭവ ബഹുലതയെക്കുറിച്ച്, ഈ കഷ്ടപ്പാടുകളെക്കുറിച്ച്, മസ്രയിലെ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് അയാൾ സമ്മതിക്കുന്നത്. പക്ഷേ അത് കുറേ പോപ്പുലാരിറ്റി നജീബിനുണ്ടായി, അല്ലെങ്കിൽ നജീബിനെ നമ്മൾ അറിയത്തേ ഇല്ലല്ലോ. എത്രയോ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, സൗദി അറേബ്യയിലോ അറേബ്യൻ നാടുകളിൽ എവിടെയെങ്കിലും വെച്ച് സ്പോൺസർഷിപ്പിൽ അവിടെ പോയ ഒരു ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നാഷണാലിറ്റി പെട്ട ഒരാളോ മസ്രയിൽ കുടുങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ഒരു ജീവിതത്തിൽ അകപ്പെടുന്നതോ ആദ്യമല്ല. കാലാകാലങ്ങളായി ഇപ്പോഴും സംഭവിക്കുന്നുണ്ടാവും. ഇതിനേക്കാൾ ഭീകരമായ. പക്ഷേ അത് ആദ്യമായി എഴുതി വരുന്നത് ബെന്യാമിൻ്റെ എഴുത്തിലാണ്. മറ്റൊരു കാര്യം, ഗൾഫിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് എന്താണ്? ഗൾഫിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ട വിജയത്തിൻ്റെ കഥകളാണ്. അവിടുന്ന് പൊന്നു കൊണ്ടുവരുന്നത്, അവിടുന്ന് എണ്ണയുടെ കാശ് വന്നിട്ടുണ്ടാവുന്ന വലിയ തിളക്കത്തിൻ്റെ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ജീവിത വിജയം നേടിയ ആളുകൾക്ക് മാത്രമേ നാവുണ്ടായിരുന്നുള്ളൂ. ഈ നജീബിനെ പോലെ അല്ലെങ്കിൽ ഷുക്കൂറിനെ പോലുള്ള ആളുകൾക്ക് നാവുണ്ടായിരുന്നില്ല. അവരെ ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഈ തൊഴിലിടത്തിൽ നിന്ന് ഒരുപക്ഷെ അവർ താമസിക്കുന്ന ഇടത്തെത്തിയാൽ അടുത്ത് കിടന്നുറങ്ങി പിറ്റേ ദിവസം ജോലിക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യർ സൂയിസൈഡ് ചെയ്യാൻ പോലും അവർക്കൊരിടം കിട്ടാറില്ല. അത്രയും കഷ്ടമാണ്. ഇന്നും ആ തൊഴിലിടങ്ങൾ അങ്ങനെയാണ്. 10-15 ആളുകൾ ഒരു ടോയ്ലറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അവിടുത്തെ ലേബർ ക്യാമ്പുകൾ, ജീവിത രീതി. അപ്പോൾ അത് അത്രയും ഭീകരമാണ്. അതിൽ നിന്നൊരാളെ, വളരെ ദൈന്യതകൾ അനുഭവിച്ച ഒരാളെ ബെന്യാമിൻ നോവലിലേക്ക് ചരിത്രവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞു. എന്നിട്ട് ഈ എഴുതിയ നോവലിലെ കഥാപാത്രത്തെ നമ്മൾ തിരിച്ച് സമ്മതിക്കുന്നു. ഇത് ഞാനാണെന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ പറയുന്നു, നോവലിസ്റ്റ് പറയുന്നു, അല്ലെങ്കിൽ അയാൾ അത് സമ്മതിക്കുമ്പോൾ അതിൻ്റെ കൂടെ നോവലുണ്ടായിട്ട് എഴുതിയിരിക്കുന്ന ലോകങ്ങളെ മുഴുവൻ ഇതിലേക്ക് ക്ലെയിം ഇടും. അതാണിപ്പോൾ ആടിനെ പ്രാപിച്ചില്ലേ നീ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ ഫിക്ഷനിലുള്ള സാധനമാണ്. അതിപ്പോൾ മാർക്കേസിൻ്റെ നോവലിൽ ചോദിച്ചാൽ, മിലൻ കുന്ദേരയുടെ നോവലിൽ ചോദിച്ചാൽ, ഏത് നോവലിലും ഇത്തരം ലോകമുണ്ട്. പക്ഷേ ആ സമൂഹമൊന്നും ഇതുപോലെ ചെന്ന് നിങ്ങൾ ചോദിക്കത്തില്ല, ചോദിക്കില്ല. അതിനുള്ളൊരു സാമാന്യ ബോധം സാഹിത്യത്തെയും ജീവിതത്തെയും കുറിച്ചൊക്കെ ആളുകൾക്കുണ്ട്. ഇവിടെ അതില്ല. അതാണ് എൻ്റെ ഒരു കുഴപ്പം. സാർ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ബെന്യാമിൻ സാറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു.
എൻ്റെ കഥയിലെ 30% മാത്രമാണ് ഷുക്കൂർ, ബാക്കി മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ, ഞാൻ രൂപം കൊടുത്ത, ഞാൻ എഴുതി നിർമ്മിച്ച നജീബാണ് എന്നൊരു പോസ്റ്റ് വന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്രയും പ്രതിവാദങ്ങളിലേക്കും വാദങ്ങളിലേക്കും ഇത് കടക്കുന്നത് ബെന്യാമിൻ സാറിൻ്റെ ഒരു പോസ്റ്റ് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഒരു തികഞ്ഞ വായനക്കാരെന്നല്ല, എനിക്ക് വ്യക്തിപരമായി സാറിനെ അറിയാം. അപ്പം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അതിനോളം തന്നെ അറിവുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഒരു തികഞ്ഞ വായനക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് അല്ലെങ്കിൽ കഥാകൃത്തിൻ്റെ ആ അവകാശത്തെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? കഥാപാത്രത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് പറയുന്ന സത്യത്തിൽ ഇത് രസകരമായൊരു കാര്യമാണ്. എനിക്ക് വ്യക്തിപരമായി എനിക്കിതിന്മേലുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഷുക്കൂർ അടക്കമുള്ള അതിൻ്റെ പുറകിലത്തെ ലോകത്തെ ബെന്യാമിൻ നേരത്തെ തന്നെ മാറ്റി നിർത്തണമായിരുന്നു എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് ബെന്യാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് ചില അഫെക്ഷനുകളോ അല്ലെങ്കിൽ ചില ബാധ്യതകളോ ഒക്കെ കൊണ്ട് അത് ഓരോ മനുഷ്യർക്കും ഇത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. ഇപ്പോൾ അത് തിരിച്ചു വരുന്നു. ഇതിൽ എത്രമാത്രം നോവലിസ്റ്റിൻ്റെ ഭാഗമുണ്ട്, എത്ര ശതമാനമുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന അന്വേഷണത്തിനകത്ത് ഒന്ന് ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ വായനയിൽ നജീബ് ഒരു മുസ്ലിം നാമധാരിയായ മുസ്ലിം പേരുകാരനായ ഒരു കഥാപാത്രമാണ്. പക്ഷേ അതിനകത്ത് ക്രിസ്ത്യൻ തിയോളജിയുടെ വലിയ ആഴത്തിലുള്ള കിടപ്പുണ്ട് ഉണ്ട്. ഒരു ക്രിസ്ത്യൻ ആത്മീയതയുടെ ചുവട് ഈ നോവലിൻ്റെ അടിയിൽ വായിക്കാൻ പറ്റും. ആ വഴിക്കാണ് നജീബ് അതിൽ നിന്ന് രക്ഷപ്പെടണം. അതായത് ഇപ്പം സിനിമ ആ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു പ്രശ്നമാണ്. അതായത് അകപ്പെട്ടു പോകുന്ന ഒരു നിമിഷം അകപ്പെട്ടു പോയ ഒരു കഥാപാത്രമാണ് ഷുക്കൂർ അല്ലെങ്കിൽ നജീബ്. ഈ അകപ്പെടലിന് ശേഷം, ഒരു വലിയ ദുരന്തത്തിലുള്ള അകപ്പെടലിന് ശേഷം അയാൾ അത്യന്തം ദുരിതകരമായൊരു ജീവിതം അനുഭവിക്കുമ്പോൾ പോലും ആ സാഹചര്യത്തോട് ഇണങ്ങുകയും അവിടുത്തെ ഒരു ജീവിയായി പെരുമാറാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ അതിവർത്തിക്കുന്ന ഒരു ജീവിതമുണ്ട്. യഥാർത്ഥത്തിൽ എന്നെപ്പോലെ ഒരാളിന് നോവൽ ഏറ്റവും കൂടുതൽ തിളക്കമുള്ളതായി തീരുന്നത് ആ അതിവർത്തിക്കുന്ന ജീവിതമാണ്. അയാൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു, ആടുകളോട് സംസാരിക്കുന്നു, ആടുകൾക്ക് പേരിടുന്നു, ആ പ്രകൃതിയും അയാളും തമ്മിൽ നടത്തുന്ന ഒരു സംവേദനത്വമുണ്ട്. മഴയെ ആസ്വദിക്കുന്നു, അതിനകത്ത് പൂർവ്വകാലങ്ങളുടെ സ്മരണയുണ്ടാവുന്നു, അങ്ങനെ ഒരു ജീവിതമുണ്ടാവുന്നു. ആ ജീവിതത്തിന് അയാൾക്ക് താങ്ങായി നിൽക്കുന്നൊരു ആത്മീയതയുണ്ട്. അത് നിർമ്മിച്ചെടുത്തത് ബെന്യാമിനാണ്. അത് നജീബ് പറഞ്ഞ അല്ലെങ്കിൽ ഷുക്കൂർ പറഞ്ഞ കഥയല്ല, അത് ബെന്യാമിൻ ഉണ്ടാക്കിയ ഒരു ആത്മീയതയാണ്. ആ ആത്മീയതയ്ക്ക് ആഴത്തിൽ നോക്കിയാൽ ആ ആത്മീയതയിൽ പിടിച്ചാണ് അയാൾ പുറത്തേക്ക് കിടക്കുന്നത്. റോഡിലേക്ക് എത്തുമ്പോൾ ആളുകൾ കൈയടിക്കുന്നുണ്ടല്ലോ ഈ സിനിമയിൽ തന്നെ. ആ സഞ്ചാരത്തിന് അയാളെ നയിക്കുന്നത് ഒരു ആത്മീയതയാണ്. ആ ആത്മീയതയുടെ റൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ആഴത്തിൽ അതിനകത്ത് ജീസസ് പ്രവർത്തിക്കുന്നത് കാണാം. അത് ബെന്യാമിനിൽ നിന്ന് വന്നതാണ്. അതെ. ആദ്യം തന്നെ നോവലിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള റൈറ്റപ്പുകൾ വന്നതിൽ അതിനകത്ത് ക്രിസ്ത്യൻ തിയോളജിയുടെ ഒരു ലൈൻ കണ്ടിട്ടുണ്ട്, ആളുകൾ വായനക്കാർ കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ആ നോവലായിരിക്കുന്നത്. പിന്നെ മരുഭൂമിയെക്കുറിച്ച് തന്നെ അത് മക്കയിലേക്കുള്ള പാതയിൽ നിന്നുള്ള ഭാഗങ്ങൾ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ 200, 250, 300 പേജുള്ള ഒരു പുസ്തകത്തിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫോ 1.5 പാരഗ്രാഫോ നിങ്ങൾക്ക് അരിച്ചു പറക്കി മറ്റൊരു പുസ്തകത്തിലെ നിന്ന് കിട്ടാവുന്ന ചില വിവരങ്ങൾ അതിനകത്തുണ്ട് എന്ന് കരുതിയിട്ട് എങ്ങനെയാണ് ആ പുസ്തകത്തെ അധികരിച്ചെഴുതിയെന്ന് പറയുന്നത്? പറ്റില്ല. നമ്മൾ ജീവിക്കുന്ന ലോകം പുസ്തകങ്ങൾ, അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ദസ്തവസ്കിയുടെ നോവൽ വായിച്ചിട്ട് ആണ് സോവിയറ്റ് യൂണിയനിലെ പല തെരുവുകളെയും കുറിച്ച്, അല്ലെങ്കിൽ ടോൾസ്റ്റോയുടെ നോവൽ വായിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്രാൻസിൽ ഒരിക്കൽ പാരീസിൽ പോകാൻ അവസരം കിട്ടുമ്പോൾ അവിടെ ചെന്ന് ഞാൻ ആദ്യം തിരഞ്ഞത് ജീൻ വാൾജീൻ സഞ്ചരിച്ച ഈ നഗരവും മറ്റും ആണ്, പാരീസിൻ്റെ മൂലകളാണ്. അപ്പോൾ ഈ നോവലുകൾ സ്ഥിരമായി വായിക്കുന്നവർക്കറിയാം ആ നോവലുകൾ അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്നൊരു ഭൂപ്രകൃതിയുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് പുസ്തകങ്ങൾ കൂടി ഉണ്ടാക്കിയൊരു ലോകമാണ്. അതെ. അപ്പോൾ അതിൽ ആ പുസ്തകങ്ങൾ കൂടി ഉണ്ടാക്കിയ ഒരു ലോകത്തിനകത്ത് നിന്നാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നത്. അത് കോപ്പിയല്ല. എനിക്കിപ്പോൾ കുമാരനാശാൻ്റെ കോപ്പി എന്ന് പറയാവുന്ന ഒരു 10-30 വരികൾ എനിക്ക് പല കവികൾ, മലയാളത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള കവികളുടെ വരികൾ എനിക്ക് പറയാൻ പറ്റും. അത് ഞാൻ ആ ആളുകളെല്ലാം കോപ്പി അടിച്ചു എന്ന അർത്ഥത്തിൽ പറയല്ല. അങ്ങനൊരു ഇൻഫ്ലുവൻസിനെ, ഒരു തീജ്വാലയെ കണ്ടില്ലെന്ന് നടിക്കാൻ പുസ്തകം വായിക്കുന്ന ഒരാൾക്കോ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്കോ പറ്റില്ല. അതുകൊണ്ട് മെക്കയിലേക്ക് ഒരു മരുഭൂമി കണ്ടിട്ടില്ലാത്ത ഒരാൾ ഒരു മരുഭൂമിയെ അധികരിച്ചൊരു നോവൽ എഴുതുമ്പോൾ മെക്കയിലേക്കൊരു പാത എന്ന് പറയുന്ന പുസ്തകം അയാൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ബെന്യാമിൻ പറഞ്ഞാണ് ഞാൻ ആ പുസ്തകം വായിക്കുന്നത് അക്കാലത്ത്.
വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് വരാതിരിക്കണമെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി രണ്ട് കാര്യങ്ങളിലേക്ക്, എനിക്കും കൂടി ഉൾപ്പെടെ സംശയം ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളിലേക്ക് പോകാം. ഒന്നിപ്പോൾ സാറ് പറഞ്ഞതായ ഈ ആത്മീയ തലം, ഈ ആത്മീയ തലത്തിനെ നമ്മൾ നോവലുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ആ ആത്മീയ തലമാണോ ഇബ്രാഹിം ഖാദിരി എന്ന ആ കഥാപാത്രം? അത് അതിനകത്തൊരു ഫാക്ടറാണ്. ഇബ്രാഹിം ഖാദിരി എന്ന് പറയുന്നത് അതിനകത്തെ ഒരു നമ്മളൊരു നടക്കാൻ ഒരു ഊന്നുവടി കണ്ടുപിടിക്കുന്നത് പോലെ ഉള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ പ്രകൃതിയിൽ അയാൾ ആധിവർത്തിക്കാൻ എടുക്കുന്ന എന്തുകൊണ്ട് നജീബ് സൂയിസൈഡ് ചെയ്തില്ല വലിയൊരു ചോദ്യം എന്ന ചോദ്യമുണ്ട്. അതിന് ഉത്തരം അതിനകത്തുണ്ട്, നോവലിലുണ്ട്. യഥാർത്ഥത്തിൽ എന്നെയൊക്കെ നോവൽ സ്വാധീനിക്കുന്നത് പലതരത്തിൽ അകപ്പെട്ടു പോകുന്ന, ഇപ്പോൾ ടണലിൽ അകപ്പെട്ടു പോകുന്നു, ഈ അടുത്ത കാലത്തിൽ തുരങ്കത്തിൽ അതുപോലത്തെ അകപ്പെടലുണ്ട്. ഈ അകപ്പെട്ടു പോകുന്ന മനുഷ്യ അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ ഏകാന്തമായി അകപ്പെട്ടുണ്ട്. സൗദിയിൽ തന്നെ അല്ലെങ്കിൽ അതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ ജയിലിൽ അകപ്പെട്ടു പോയ 10, 25, 30 വർഷമായി ജയിലിൽ കിടക്കുന്ന ഇന്ത്യക്കാരുണ്ട്. മണലിനടിയിൽ പോലും മണ്ണ് തുറന്നു പോലും പുറത്ത് സൂര്യപ്രകാശം കാണാൻ പറ്റാതെ കിടക്കുന്ന ആളുകളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം എന്തായിരിക്കും? അവരെങ്ങനെയാണ് ഈ സമയത്തെ അതിവർത്തിക്കുന്നത്? അവർ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ, അവർ സമയത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് അതിവർത്തിക്കുന്നത്? അങ്ങനെ അതിവർത്തിക്കാൻ ഒരു അടഞ്ഞുപോയ ലോകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അതിവർത്തിക്കാൻ എടുക്കുന്ന ഒരു തന്ത്രമുണ്ട്. സത്യത്തിൽ ആത്മീയത എന്ന് ഞാൻ വിളിക്കുന്നത് ആ തന്ത്രം. അതിനെ വേണമെങ്കിൽ നമുക്ക് ഇബ്രാഹിം ഖാദിരി എന്ന കഥാപാത്രമായി നമുക്ക് സങ്കല്പിക്കാം. അതിന് മതത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. യഥാർത്ഥത്തിൽ മതത്തിന് അതീതമായ ഒരു ആത്മീയതയാണത്. അങ്ങനെ ഒരു ആത്മീയതയുടെ അതിന് നമ്മൾ ആഴത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് വന്നതിന് പല വഴികളുണ്ടാവും. ഹൈന്ദവീയമായ വഴികൾ കാണാം, ക്രിസ്തീയമായ വഴികൾ കാണാം, ഇസ്ലാമികമായ വഴികളാം, ബൗദ്ധികമാവാം, ഏതുമാവാം. അത് കണ്ടുപിടിക്കാൻ പറ്റും അത്തരം റൂട്ടുകളെ. പക്ഷേ അങ്ങനെ ഒന്നുള്ളതിനെയാണ് തോറ്റിയെടുക്കുന്നത്, ഒരു റൈറ്റർ തോറ്റിയെടുക്കുന്നത്. ആ അർത്ഥത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന എല്ലാ മനുഷ്യൻ്റെ കൂടെയും കൂട്ടുവരാൻ എന്തോ ഒരു ശക്തിയുണ്ട്. ഞാൻ കുട്ടികളോടൊക്കെ സ്കൂളുകളിലൊക്കെ പോയിട്ട് കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആടുജീവിതം വായിക്കുന്നത് ഈ സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികളുടെ വാർത്തയൊക്കെ വരുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യൻ ഒരു പൊടിയന്നി ഇലയിലേക്ക് അയാളുടെ ജീവനെ പൊതിഞ്ഞു വെച്ച് കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ഉപമ, ഈ തോട്ടിനക്കരയും അല്ലെങ്കിൽ ആറ്റിനക്കരയൊക്കെ താമസിക്കുന്ന ആളുകൾ പണ്ട് കാലത്ത്, പാലമൊന്നും ഇല്ലാത്തൊരു കാലത്ത്, അവരുടെ വസ്ത്രമൊക്കെ പൊതിഞ്ഞ് ഉയർത്തിപ്പിടിച്ചിട്ട് നീന്തി ഈ വെള്ളത്തിൽ കൂടെ നീന്തി അപ്പുറത്ത് പോയിട്ട് ഇട്ടിട്ട് തിരിച്ച് കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു പൊതിഞ്ഞു പിടിച്ച് പോക്കാണ് ജീവനെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാം അങ്ങനത്തെ അവസ്ഥകളിൽപ്പെടും. അത് ചിലപ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ, ചിലപ്പോൾ 5 വർഷമോ 10 വർഷമോ 20 വർഷമോ ആവാം. ടൈം അത് ഒരു പ്രശ്നമല്ല. പക്ഷേ ഒരു പ്രത്യേക നിമിഷം സീത അങ്ങനെ പോകുന്നുണ്ട്. അനകചാരിയാം എനിക്ക് സാക്ഷി ഞാൻ എന്ന് ശ്രീരാമൻ്റെ മുമ്പിൽ സീത പറയുന്നുണ്ട്. അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് വിധി പറയാൻ. അങ്ങനെ പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുപോകുന്ന ജീവനെ, അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനും ഊർജ്ജമായി ഈ കഥാപാത്രം തീരണം എന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. ആ കൊണ്ടുപോക്കലാണ്. ആ പോക്കിന് ഒരു ആത്മീയതയുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ദൈവം എന്ന് വേണമെങ്കിൽ വിളിക്കാം, പ്രകാശം എന്ത് വേണം, നിങ്ങൾക്ക് ഏത് പേരിട്ട് വേണം വിളിക്കാം. ഒരു പേരും ഇടാതെയും അതിനെ കാണാൻ പറ്റും. അതുണ്ട് അതിനകത്ത്. സാർ, അതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട രണ്ടാമത്തെ ചോദ്യം, ഹക്കീം എന്ന കഥാപാത്രം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത്. എല്ലാവരും ഷുക്കൂറിനെ പറ്റി പറയുമ്പോൾ ഹക്കീമിനെ പറ്റി ആരും പറഞ്ഞില്ല. അദ്ദേഹത്തിന് കുടുംബമില്ലേ, അദ്ദേഹം മരണപ്പെട്ടതിൽ ആർക്കും വിഷമമില്ലേ എന്ന് ചോദിച്ച് ഹക്കീം നജീബിനോളം തന്നെ സിനിമയിലും നോവലിലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. യഥാർത്ഥത്തിൽ ഹക്കീം എന്നൊരാളുണ്ടോ? അത് ഫിക്ഷൻ്റെ ഭാഗമായി ഉണ്ടായതാണോ? അങ്ങനെയാണെങ്കിൽ ഹക്കീമിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രം പൂർണ്ണമായും ബെന്യാമിൻ്റെ സൃഷ്ടിയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി ഏതെങ്കിലും ട്രേഡ്സിൽ ആരെങ്കിലും അങ്ങനെ സഹായിച്ചതായിട്ട് ഷുക്കൂർ ബെന്യാമിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഏതെങ്കിലും എലിമെൻ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഭാഗം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ അറിവിൽ അത് പൂർണ്ണമായും ഫിക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായ ഒരിടത്ത് വെച്ച് മരിക്കാൻ ഹക്കീമിനെ ഞാൻ കൊന്നു എന്ന് ബെന്യാമിൻ പറയുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. വളരെ വൈകാരികമായി അയാൾ വളരെ മൂഡ് ഔട്ടായ ഒരു ദിവസം ഞാൻ ഹക്കീമിനെ കൊന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. സാറിനോട് അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അങ്ങനെയാണ് പറഞ്ഞത്. എഴുതിക്കൊണ്ടിരിക്കുക ഹക്കീമിനെ ഞാൻ കൊന്നു അനിലെ എന്ന് തന്നെയാണ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ സാർ അതിനെ എങ്ങനെയാണ് കണ്ടത്? ആ എഴുതുന്ന വേളയിൽ അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞായിരുന്നു?
അല്ലല്ല, ഞാൻ അത്തരം കാര്യങ്ങളിൽ റൈറ്ററുടെ ഒരു സ്വാതന്ത്ര്യത്തെ ഒരു തരത്തിലും ഒരു റൈറ്ററുടെയും, എൻ്റെ സൗഹൃദത്തിൽ ഒരുപാട് പേരുണ്ട്, ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഷിൻലാലുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരു മനുഷ്യനും അവരുടെ റൈറ്റിംഗ് പ്രക്രിയക്കകത്ത് കടന്നു കയറിയ ഒരു അഭിപ്രായം പറയുന്ന ആളല്ല. നോവൽ പൂർത്തിയായി കഴിഞ്ഞിട്ട് വായിച്ചാൽ നമ്മൾ അതിന്മേൽ എന്തെങ്കിലും കമൻറ്റുകൾ പറയും, ഇന്ന ഭാഗങ്ങൾക്ക് ചില വലിച്ചിലുണ്ടെന്ന് പറയും, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഒരു കഥാപാത്രത്തെ ഏത് തരത്തിൽ നിർത്തണമെന്ന് തീരുമാനിക്കുന്നത് റൈറ്ററാണ്, അത് അയാളുടെ തന്നെ അവകാശമാണ്. ഇപ്പോൾ മഞ്ഞവിൽ മരണങ്ങൾ എന്ന് പറയുന്ന നോവലുണ്ട്, അദ്ദേഹത്തിൻ്റെ മാടുജീവിതം കഴിഞ്ഞു വരുന്ന നോവലാണ്. അതിനകത്ത് ഞാൻ എൻ്റെ പേരിൽ അദ്ദേഹം കഥാപാത്രമാക്കിയിട്ടുണ്ട്. ഞാനത് ക്ലെയിം ചെയ്യുന്നില്ല അത് ഞാനാണെന്ന്. എൻ്റെ പേരുള്ള ഒരു കഥാപാത്രമാണത്. പലരും ചോദിക്കുന്നുണ്ട്. അത് ഈ അടുത്ത ദിവസങ്ങൾ കൂടി ഒരാളിനോട് ചോദിച്ചു അതിലെ ആന്ധ്രപ്പേറിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്. ഫിക്ഷനാണ് ഇതൊക്കെ, ഫിക്ഷനാണ്. അതിപ്പോൾ നമ്മളെ ജീവിതത്തിൽ നിന്നൊരു കഥാപാത്രത്തിൻ്റെ പേരോ കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് റൈറ്റിങ്ങിൽ, അങ്ങനെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ അതിൽ ബെന്യാമിൻ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഞാൻ ക്ലെയിം ചെയ്ത് തുടങ്ങിയാൽ നാളൊരു കാലത്ത് അത് തിരിച്ചെന്നെ കുത്താൻ തുടങ്ങും. ഒരുപക്ഷെ അത്തരം ആക്രമണം നജീബ് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്, ഷുക്കൂർ അനുഭവിക്കുന്നുണ്ട്. അത് ഈ വഴിക്ക് വന്നതാണ്. നമ്മളൊരു കഥാപാത്രം, നമ്മളെ തന്നെ കഥാപാത്രമാക്കിയാലും നമ്മളത് നമ്മളാണെന്ന് ക്ലെയിം ചെയ്ത് തുടങ്ങിയാൽ അതിൻ്റെ ഭാവനാ ലോകം നമ്മളെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങും. ഇനി ഏറ്റവും ഇന്ന് ചർച്ചയാകുന്ന ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുകയാണ്. ഏറ്റവും വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഒരു ചെറിയ ഭാഗം, ആ നോവൽ ഞാൻ വായിക്കുമ്പോൾ അതൊരു വലിയ വിശദീകരണമായെന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു ചെറിയ പാരഗ്രാഫിനകത്ത് ഒതുക്കുന്ന ഒരു വലിയ വികാരം, മനുഷ്യൻ്റെ ലൈംഗികത എന്ന ഒരു വലിയ വികാരം. അതിപ്പം മാത്രമല്ല ചർച്ചയാകുന്നത്. ഉണ്ണിയാറിൻ്റെ ലീല എന്ന നോവൽ വന്ന സമയത്ത് സാറിന് നന്നായിട്ട് ഓർമ്മയുണ്ടാകും. അന്ന് മലയാളക്കരയാകെ അല്ലെങ്കിൽ മലയാളികളാകെ ആനയുടെ കൊമ്പിൻ്റെ മസ്തകത്തിനിടയിൽ വെച്ചൊരു ഒരു സ്ത്രീയെ ഭോഗിക്കുക എന്ന ആശയം അത് ഉണ്ണിയാറിൻ്റെ വൈകൃതമായി കണ്ട് ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഈ ആടുമായുള്ള ഒരു രതിവേർച്ചയെപ്പറ്റി ആ നോവലിൽ പറയുന്നത് ഭയങ്കരമായ രീതിയിൽ ആളുകളെടുത്ത് ചർച്ച ചെയ്യുന്നു. അത് ഷുക്കൂറിനോട് കാണിച്ച ഏറ്റവും വലിയ അനീതിയായി ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് സാറിന് ആ ഒരു ചെറിയ ഭാഗത്തെപ്പറ്റി പറയാനുള്ളത്? ഈ പ്രവാസ ജീവിതത്തിൽ, പ്രവാസത്തിൻ്റെ ഈ 2000-ന് ശേഷം ഗൾഫിൽ നടക്കുന്ന പ്രവാസത്തിൻ്റെ ജീവിതാനുഭവമുള്ളവർക്ക് അതിനു മുമ്പുള്ള പ്രവാസത്തിൻ്റെ ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒറ്റയ്ക്ക് പെട്ടുപോകുന്ന മനുഷ്യൻ്റെ ടെലിഫോണില്ല, ഇണയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾക്ക് അവിടെ ഒരു തരത്തിലും അയാളെ ഒന്ന് സംസാരിക്കാൻ പോലും, നേരിട്ട് അയാളുടെ ശബ്ദം കേൾക്കാൻ പോലും ഇവിടെ വല്ലപ്പോഴേക്ക് വരുന്ന ഈ എഴുത്തുകളാണ്, കത്തുകളാണ് ആകെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ലേബർ ക്യാമ്പുകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഇതുപോലെ മസ്രകളിലും ഒക്കെ പെട്ടുപോയ മനുഷ്യർ എങ്ങനെയാണ്, അവരുടെ ലൈംഗികത എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാൻ ത്രാണിയുള്ള മനുഷ്യരല്ല ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ അത് പലതരത്തിലുള്ള വൈകൃതങ്ങളിലേക്ക്, പലതരത്തിലുള്ള അടഞ്ഞുപോക്കലിലേക്ക്, പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകളിലേക്ക് അത് വഴിതിരിഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ അങ്ങനെ ജീവിച്ച പല മനുഷ്യർക്കും പിന്നീട് വന്ന് ഭാര്യയോടോ ഒരു ദാമ്പത്യ ജീവിതമോ നയിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. എത്രയെങ്കിലും ഡിവോഴ്സുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ. ഈ ഇത്തരം എല്ലാവരും ആടിനെ പ്രാപിച്ചെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയല്ല. പക്ഷേ അത് പലതരത്തിലുള്ള നമ്മൾ വൈകൃതമെന്ന് പിന്നീട് നമുക്ക് വേണമെങ്കിൽ മാറി നിന്ന് വിളിക്കാവുന്ന പല വശത്തേക്കും അത് വഴിതിരിഞ്ഞു പോയി. ഇപ്പോൾ സ്വയംഭോഗം പോലുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കോ അത് തിരിഞ്ഞു പോയിട്ടുണ്ടാവും. അതുപോലെ രണ്ടാളുകൾക്ക് ഒറ്റയ്ക്ക് ഒരുപാട് കാലം കഴിഞ്ഞ ആളുകൾക്ക് മറ്റൊരാളുമായിട്ടൊരു റൂം പങ്കിടാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരാളെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അതിൽ ഇപ്പോൾ ഈ മൃഗങ്ങളുമായിട്ട് ചേർന്നിട്ടുള്ള രതിവൈകൃതങ്ങളെ സംബന്ധിക്കുന്ന ധാരാളം കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ധാരാളം കഥകളല്ല, അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യത്തെ നോവലിസ്റ്റ് പറയുകയാണ്. നോവലിസ്റ്റ് അതിൽ ഷുക്കൂറിന് എന്ത് കാര്യം? അതെ, ഷുക്കൂറിനൊരു കാര്യമില്ല. ഷുക്കൂർ അത് ചെയ്തിട്ടുണ്ടോ, ഷുക്കൂർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ എന്ന് ഷുക്കൂറിനോട് ചോദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഇല്ല, അറിഞ്ഞുകൂടാ. ഷുക്കൂറിൻ്റെ ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞു അത്. അപ്പോൾ നോവലിസ്റ്റ് എന്തിനാ അത് എഴുതിയെന്ന് ചോദിച്ചാൽ നോവലിസ്റ്റിന് എഴുതാം. നോവലിസ്റ്റിന് അങ്ങനെ എന്തെല്ലാം ഭാവനകൾ എഴുതാം. തീർച്ചയായിട്ടും ഇതിൻ്റെ ശരിതെറ്റുകൾ അന്വേഷിക്കാൻ ഇവരാരാണ്? അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഒരു പോലീസ് എൻക്വയറി റിപ്പോർട്ട്, ഒരു FIRൻ്റെ അപ്പുറത്തേക്ക് ഒരു സാഹിത്യത്തെ നോക്കിക്കാണാനുള്ള ശേഷിയില്ലാത്ത മനുഷ്യരാണ്. അവരാണ് മീശ പ്രശ്നമാണ് എന്ന് പറഞ്ഞത്.
ഹരീഷിൻ്റെ മീശ പ്രശ്നമാണെന്ന് അമ്പലത്തിൽ സ്ത്രീകൾ അപ്പോൾ അതൊരു ഭാഗം മാത്രം വായിച്ചിട്ടാണ്, ഒരു സെൻറ്റൻസ് മാത്രം വായിച്ചിട്ടാണ്. നോവൽ അത് കവിഞ്ഞ് നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുപോലത്തെ ഒരു കാര്യമാണിത്. അത് ഒഴിവാക്കിക്കൂടെ എന്ന് വെച്ചാൽ ഒഴിവാക്കി എഴുതുന്ന നോവലുണ്ട്, അത് ഭാഗം അത് എഴുതാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒന്നും എഴുതിയാൽ എന്താ, അത് എഴുതി അത് അങ്ങനെ പോയി. അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു അയാൾ. ഒരുപക്ഷെ അയാൾ ആ ഒരു സന്ദർഭത്തെ മുറിച്ച്, ആ ഒരു നിമിഷത്തെ മുറിച്ച് കടന്നത് അതുകൊണ്ടാവാം എന്ന് വിചാരിക്കാം. അതിന് ഷുക്കൂറിന് മറുപടി പറയാനുള്ള യാതൊരു ബാധ്യതയില്ല. റൈറ്റർക്ക് എനിക്ക് സൗകര്യമുള്ളതുകൊണ്ട് അങ്ങനെ എഴുതി എന്ന് പറഞ്ഞാൽ മതി. ആ സ്വാതന്ത്ര്യം റൈറ്റർക്കുണ്ട്. ഈ റൈറ്റിങ്ങിൻ്റെ ഒരു സ്വഭാവത്തെയും, അതായത് എഴുത്തിൻ്റെ ഒരു പ്രത്യേകത, എഴുത്തൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഉപകരണമായിരിക്കുന്നത് എഴുത്തിൽ ഏത് വൈൽഡായ സാഹചര്യത്തെയും സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നിർഭയ കേസിലെ പ്രതിയെ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് തിരിച്ചിറക്കി വിടാൻ പറ്റത്തില്ല. ആളുകൾ കൂടി അടിക്കും, തള്ളും, നിങ്ങളെ കുറ്റം പറയും. പക്ഷേ നിങ്ങൾ എഴുതുന്ന പുസ്തകത്തിൽ അയാളെ കഥാപാത്രമായി വിളിച്ചു വരുത്തിയിരുത്തി അയാളുടെ ഭാഗം കേൾക്കാൻ പറ്റും. അതെ, ഒരു ഇഡിയറ്റിനെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് ഇഡിയറ്റിൻ്റെ ഭാഗം കേൾക്കാൻ പറ്റും. ഇതൊരു ഡെമോക്രാറ്റിക് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് ശബ്ദങ്ങളിൽ വേശ്യകൾ സംസാരിക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഔട്ട്കാസ്റ്റഡ് എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിലും നമ്മൾ സമൂഹത്തിൽ ഒരിടത്ത് വെച്ചും കാണാത്ത ആളുകളെ നമുക്ക് സാഹിത്യത്തിലേക്ക് വിളിച്ചു വരുത്താൻ പറ്റും. അവിടെ ഇതുപോലത്തെ വൈകൃതങ്ങളെയും വിളിച്ചു വരുത്തും. തീർച്ചയായിട്ടും. അത് മറ്റുള്ള മനുഷ്യരോടൊത്ത് ഒരു കസേരയിൽ ഇരിക്കുകയോ വേദി പങ്കിടുകയോ ഇതുപോലത്തെ അനുഭവങ്ങളുമായി അതിൽ ഇതളുകളിൽ കിടക്കുകയോ ചെയ്യും. അത് നമുക്കൊരു സന്ദർഭത്തിൽ അതിലേക്ക് അന്വേഷിക്കാനും അതിൽ സഞ്ചരിക്കാനും അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നറിയാനും ഈ സമൂഹത്തിന് ഒരു അവസരം നൽകാനാണ് യഥാർത്ഥത്തിൽ ഒരു എഴുത്ത് സഹായിക്കുന്നത്. അതാണ് എഴുത്തിൻ്റെ ശക്തി, എഴുത്തിൻ്റെ ബലം. സമയം നമുക്കെല്ലാം ഏറെ വിലപ്പെട്ട ഒന്ന് തന്നെയാണ്. 30 സെക്കൻഡുള്ള റീൽസ് പോലും കണ്ടു തീർക്കാനുള്ള ക്ഷമ കാണിക്കാത്ത ആളുകൾക്ക് മുന്നിൽ ഇത്രയധികം ചോദ്യങ്ങളും ഇത്രയധികം വിശേഷങ്ങളും ഇനിയും ബാക്കിയാണ്. അതുകൊണ്ട് ഒറ്റ എപ്പിസോഡായി ഞങ്ങളിത് അവസാനിപ്പിക്കുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും സാറിനോട് ചോദിക്കാനുണ്ട്, വിശേഷങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് ഈ എപ്പിസോഡ് വീണ്ടും തുടരുന്നതാണ്. ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരോടുമുള്ള നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.